കോഴിക്കോട് ചെക്യാട് 4-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥിയുടെ കാറിന് നേരെ ആക്രമണം. തനിക്ക് വധഭീഷണിയുള്ളതായി KP കുമാരൻ കഴിഞ്ഞ ദിവസം ജില്ലാ പോലീസ് മേധാവിക്കും വളയം പോലീസിനും പരാതി നൽകിയിരുന്നു. CPM പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് KP കുമാരൻ ആരോപിക്കുന്നു. നിഖിൽ പ്രമേഷ് കോഴിക്കോട് ചെന്ന് നിഖിൽ വിവരങ്ങൾ. സുഹൈൽ, ഇന്നിപ്പോൾ ഈ പോളിംഗ് ഒക്കെ അവസാനിച്ച ശേഷം പോലീസ് അകമ്പടിയിൽ ഈ സ്ഥാനാർത്ഥി പുറത്തേക്ക് വരുന്നതിനിടയിലാണ് ഒരു സംഘം ആളുകൾ ഇയാൾക്ക് നേരെ തിരിയുന്ന സാഹചര്യം ഉണ്ടായത്. പോലീസ് ഈ സ്ഥാനാർത്ഥി വാഹനത്തിലേക്ക് കയറ്റുന്നതിനിടെ അക്രമികളിൽ ഒരാൾ ചുറ്റിക ഉപയോഗിച്ച് കാറിന്റെ മുൻവശത്തെ ചില്ല് തകർക്കുകയായിരുന്നു. ഈ സംഭവത്തിന് പിന്നിൽ CPM പ്രവർത്തകരാണ് എന്നാണ് ഇപ്പോൾ കുമാരൻ ആരോപിക്കുന്നത്. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് തനിക്ക് നേരത്തെ തന്നെ വധഭീഷണി ഉണ്ടായിരുന്നതായി കാണിച്ച് കുമാരൻ പോലീസിന് പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നാണ് ഇദ്ദേഹത്തിന് ബൂത്തിൽ സുരക്ഷ ഏർപ്പാടാക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും താൻ വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ്. അതുകൊണ്ടാണ് തനിക്ക് നേരെ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായത് എന്നുള്ളതാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി വ്യക്തമാക്കുന്ന കാര്യം. വളയം പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് ഈ സംഭവം നടക്കുന്നത്. വളയം പോലീസുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകി. നേരത്തെ വധഭീഷണി ഉണ്ടെന്ന് പരാതി നൽകിയതിന് പിന്നാലെയാണ് ആക്രമണം നടന്നിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.